കണ്ണൂർ മാടായിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദി ഹുദ സ്കൂൾ ദേവസ്വം ഭൂമിയും സർക്കാർ ഭൂമിയും കയ്യേറിയെന്നാണ് ബിജെപിയുടെ ആരോപണം. നാളെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനാണ് ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് വാദി ഹുദ സ്കൂൾ മാനേജ്മെന്റ്. ഇപ്പോൾ ബിജെപി നേതാവ് ശ്രീ എൻ ഹരിദാസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എൻ ഹരിദാസ്, നേരത്തെയും ഈ വിഷയം ഉയർന്നു വന്നിരുന്നതല്ലേ? ഇപ്പോൾ എന്താണ് പെട്ടെന്ന്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വിദ്യാർത്ഥിനി സംഘടന അവിടെ പലസ്തീൻ അനുകൂല മാർച്ച് നടത്തിയിരുന്നു, അവിടെ കൊടികൾ ഉയർത്തിയിരുന്നു. ഇതാണോ ഇപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർന്നു വരുവാൻ കാരണമായിരിക്കുന്നത്? നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് നടപടിയെടുക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൈക്ക് കൂച്ചുവിലങ്ങിട്ടത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. കാരണം ഇപ്പോ മാടായിക്കാവിലും വടക്കുംത ക്ഷേത്രത്തിന്റെയും അധീനതയിലുള്ള 600 ഏക്കറോളം സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലം ഇന്ന് അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അളന്നു കിട്ടിയാൽ 200 ഏക്കർ മാത്രമേ കിട്ടൂ കഷ്ടിച്ച്. പക്ഷേ അവിടുത്തെ 1951 എനിക്ക് തോന്നുന്നു ചിറക്കൽ രാജാവ് അവിടെ ഈ ഗവൺമെന്റ് സ്കൂളിന് സ്ഥലപരിമിതി കുറവാണ് എന്ന് കണ്ട് 3 ഏക്കർ സ്ഥലം കൊടുത്തിരുന്നു. ആ സ്ഥലവും കൂടി ഇന്ന് വാദിഹുദ സ്കൂളിന് വേണ്ടിയിട്ട് അവർ കയ്യേറിയിട്ടുണ്ട്. അപ്പം അവർക്ക് കൊടുത്ത സ്ഥലത്തിന് പുറമെ 3 ഏക്കർ കയ്യേറി വെച്ചിട്ടുള്ളത്. അവിടത്തേക്ക് അനധികൃതമായി റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ദേവസ്വം ഭൂമിയിലൂടെ. ഇതൊക്കെ പഞ്ചായത്തിൽ പരാതി നേരത്തെ പോയതാണ്. അപ്പൊ പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് വസ്തുത അന്വേഷിച്ച് സത്യം കണ്ടെത്തിയപ്പോ അതൊക്കെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞതാണ്. അല്ല, നേരത്തെ ഒരേക്കർ ഭൂമി തിരിച്ചു പിടിക്കുമെന്ന് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ആയിരുന്ന സമയത്ത് ഒരേക്കർ ഭൂമി തിരിച്ചു പിടിക്കുമെന്ന് എന്തോ പറഞ്ഞിരുന്നതല്ലേ? അല്ല, ഞാൻ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ എത്ര ഏക്കർ ഭൂമി ആവട്ടെ, അതെന്താ അളന്ന് തിട്ടപ്പെടുത്താത്ത? അവർക്ക് കൊടുത്തത് അവരെടുക്കട്ടെ. അവർ പിടിച്ചെടുത്തിട്ടുള്ള ഭൂമി, അവർക്ക് കൈവശപ്പെടുത്താൻ പാടില്ലാത്ത ഭൂമി, ചിറക്കൽ ദേവസ്വത്തിന്റെ വകയായിട്ടുള്ള ഭൂമി, ആ ഭൂമി ആ ദേവസ്വത്തിന്റെ വകയായിട്ടുള്ളതാണ്. അപ്പൊ ദേവസ്വം ഭരണാധികാരികൾ അതെന്തുകൊണ്ട് ഒരു വൈമനസ്യം കാണിക്കുന്നത്? മലബാർ ദേവസ്വം എന്തുകൊണ്ട് അതിൽ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഭരിക്കുന്ന ഭരണകർത്താക്കൾ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്, പഞ്ചായത്ത് ഭരിക്കുന്നത്, ഗവൺമെന്റ് ഭരിക്കുന്നത്? ആരുടെ ഗവൺമെന്റ് എവിടെയുള്ളത്? ഇടതുപക്ഷ ഗവൺമെന്റ്. ഇവരെന്താണ് ഇപ്പം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് കൂട്ടുപിടിക്കുന്നത്? ഇപ്പൊ ഇത് ഉയർന്നു വന്നത് നമുക്ക് എല്ലാവർക്കും വാദിഹുദ സ്കൂളിന്റെ അവിടെ വേൾഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയുടെ ക്യാമ്പ് നടന്നു. ആ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്ര ഭൂമിയിൽ കടന്നിട്ടാണ് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. ആ മുദ്രാവാക്യം വിളിക്കുന്ന ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ കൊണ്ടുപോയി മുദ്രാവാക്യം വിളിപ്പിച്ച സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ വാഹനത്തിലാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ആ സ്കൂളിന്റെ വാഹനം പിടിച്ചെടുത്തില്ല, നടപടി എടുത്തിട്ടില്ല? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മലപ്പുറം ജില്ലയില് ഒരു വിദ്യാലയത്തില് ഒരു ദേശഭക്തി ഗാനം പാടിയതിന്റെ പേരിൽ നടപടിയെടുത്തല്ലോ. എന്തേ ഗവൺമെന്റ് ഇപ്പം നടപടിയെടുക്കാത്തത്? എന്തുകൊണ്ട് ഈ ദേവസ്വം ഭൂമികൾ അന്യാധീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള സമീപനം സ്വീകരിക്കാത്തത് എന്താണ്? അപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടിവായിക്കുമ്പോൾ ചില മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള രഹസ്യ ധാരണയാണ് കാലാകാലങ്ങളിൽ ഈ ഗവൺമെന്റും ഈ പഞ്ചായത്ത് ഭരിക്കുന്നവരും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇതിൽ വല്ലതും വാങ്ങിച്ചിട്ടാണോ കൊടുത്തതെന്ന് പോലും പറയില്ല. ഇപ്പോൾ ഇവര് പറയുന്ന ഈ വാദിഹുദ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് 5 ഏക്കർ 77 സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണെന്നാണ് 1980-ൽ ഈസ അബ്ദുൾ റഹ്മാൻ സേട്ടിന്റെ കയ്യിൽ നിന്ന്. ആരിൽ നിന്ന്? അവർക്ക് ആ രേഖ പരിശോധിക്കട്ടെ. പേരും പറയുന്നുണ്ട്. ഈസ അബ്ദുൾ റഹ്മാൻ സേട്ടിന്റെ കയ്യിൽ നിന്ന് ഒറ്റ രേഖയായാണ് 5 ഏക്കർ 77 സെന്റ് വാങ്ങിയതെന്ന്. ഇല്ലെന്നേ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ചിറക്കൽ രാജാവ് കൊടുത്തതിന് അപ്പുറത്തായിട്ടുള്ള ഭൂമി, മുഴുവൻ ഭൂമി ആ പ്രദേശത്തുള്ള ഭൂമി ഈ ചിറക്കൽ രാജവംശത്തിന്റെ ഭാഗമായിട്ടുള്ള വടക്കുംത ക്ഷേത്രത്തിന്റെയും മാടായിക്കാവ് ക്ഷേത്രത്തിന്റെയും വകയായിട്ടുള്ള ഭൂമിയാണ്. അവിടെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എവിടെയാണുള്ളത് കാണിക്കട്ടെ. അതിനപ്പോ ആ പരിസരത്തില്ല. ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഭൂമി കൂടി ഇല്ലേ മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന്? അല്ലേ? അല്ല, അതെ. മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടുത്ത 3 ഏക്കർ ഭൂമി ദേവസ്വം അന്ന് മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന് രാജാവ് കൊടുക്കുമ്പോൾ 1951 കൊടുത്തത് ആ സ്ഥലപരിമിതിയോടുകൂടി നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ വരണം എന്നതുകൊണ്ടാണ്. അപ്പം അത് കൊടുത്ത ഭൂമി പോലും ഇപ്പൊ ഇവരെ കൈവശമാണ്. ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകളായിട്ടുള്ള ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി കുടപിടിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ മനസ്സിൽ പോലും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുമ്പോൾ പഹൽഗാം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. 26 ആളുകളെ നെഞ്ചത്ത് വെടിയിൽ ധരിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, അനുശോചനം രേഖപ്പെടുത്താൻ ഏതെങ്കിലും ഒരു മൗനജാഥ നടത്തിയിട്ടുണ്ടോ ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട്? അപ്പൊ ഇവിടെ ജീവിക്കുകയും ഇവിടെ ഇത്രയും പ്രവർത്തനം നടത്തുന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടാ. ഞങ്ങളെല്ലാ മുസൽമാന്മാരും മുസ്ലിം സഹോദരന്മാരും തീവ്രവാദികളും ഞങ്ങൾ പറയുന്നില്ല. തീവ്രവാദ മനോഭാവമുള്ള ആളുകളുണ്ട്. ഞങ്ങൾക്ക് എത്രയോ മുസ്ലിം സഹോദരന്മാരുടെ ബന്ധമുണ്ട്. ആ സഹോദരന്മാരെ പോലും അപകടത്തിലാക്കുന്ന സമീപനമാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ മനോഭാവമുള്ള ആളുകൾ ചെയ്യുന്നത്. അതാണ് അവർ ചെയ്യുന്നത്.
അതുകൊണ്ട് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുക, മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത്തരം നടപടികൾ എടുക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ എന്നിട്ട് അളക്കൂ, അളന്ന് തിട്ടപ്പെടുത്തൂ, അവർക്കുള്ള ഭൂമി അവർക്ക് കൊടുക്കൂ, അവരെ രേഖ പരിശോധിച്ചു കൊടുക്കൂ. ഇനി അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു പിടിക്കൂ. എന്താണ് ഇത് മടി? എന്താ മടി ഇവർക്ക്? അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അവരുടെ ഭൂമി അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി എന്നാൽ അവർക്കും കൂടി വ്യക്തത വരുമല്ലോ, പൊതുസമൂഹത്തിന് ആ സംശയം മാറി കിട്ടുമല്ലോ. ഗവൺമെന്റ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഗവൺമെന്റ് നടപടിയെടുക്കട്ടെ, അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, രേഖ പരിശോധിക്കട്ടെ. ഒരു എക്സ്പെർട്ട് ടീമിനെ കൊണ്ട് നിഷ്പക്ഷമായ കുറച്ച് ആളുകളെ കൊണ്ട് രേഖ പരിശോധിപ്പിക്കും. അതിന് അവർക്ക് കിട്ടിയതാണെങ്കിൽ അവർ അനുഭവിക്കട്ടെ. അവരാണ് ഈ ദേവസ്വം ഭൂമി പിടിച്ചെടുക്കുന്നത്. ഇത് മാത്രമാണോ? നിങ്ങൾക്ക് തളിപ്പറമ്പ് ഭാഗത്ത് പോയാൽ കാണല്ലോ, രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമിയിലതാ അവിടെ ഈ ചെങ്കല്ല് കൊത്തുവാണ്. ആരാണ് കൊത്തുന്നത്? കാസർഗോഡെന്നും മലപ്പുറത്തുനിന്നും കണ്ണൂരിന്നും കോഴിക്കോടുന്നും വന്നവരല്ലേ? ആരാണ്? എത്ര തവണ അവിടെ വില്ലേജ് മാടായിലെ ഇപ്പോൾ ഈ പറയുന്ന വാദിഹുദ സ്കൂളിന്റെ ഭൂമിയെ കുറിച്ച് മറ്റ് എന്തെങ്കിലും നിയമ പോരാട്ടമുണ്ടോ? കോടതിയിൽ എന്തെങ്കിലും കേസോ അങ്ങനെയെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലല്ല, ഞങ്ങൾ ഇത്തവണ ഇത് ഞങ്ങളൊക്കെ നിയമം നടപ്പിലാക്കുമെന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് പിന്നെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നിയമം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് പറയുകയാണ് അത് കൈയേറ്റമുണ്ട്, ആ കൈയേറ്റ ഭൂമി പിടിച്ചെടുക്കും, റോഡ് അനധികൃതമായി നിർമ്മിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവർത്തനം അവർ ചെയ്യും, ഭരണകരമായി ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നിയമപരമായി ഞങ്ങൾ പോകും. ഒരു സംശയം വേണ്ട. അതിന്റെ ഡോക്യുമെന്റ് പരിശോധനക്ക് വിധേയമാക്കും. കാരണം അവർക്ക് ഇല്ലാന്ന് ഞങ്ങൾ പറയുന്ന അവർക്കില്ലാന്ന, അവരുണ്ടെന്ന് തെളിയിക്കട്ടെ. അവർ കൈയടക്കി വെച്ചതാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നു അവരെ കൈവശം ഉള്ളതാണെന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് രേഖയുണ്ടല്ലോ, ആ രേഖ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. എങ്ങനെയാണ് ഈ രേഖ അവർക്ക് കിട്ടിയതെന്ന് ഇവർക്ക് വിറ്റു എന്ന് പറയുന്ന ആ കക്ഷി വ്യാജ ആധാരം ഉണ്ടാക്കിയതായിരിക്കാം. പല ആളുകളും വ്യാജ ആധാരമാണ്. എവിടെയോ കിടക്കുന്ന 1.5 ഏക്കറിന്റെ ഭൂമി അവിടെ റീസർവേ നടക്കാത്തതുകൊണ്ട് ഈ ഭൂമിയാണെന്ന് കാണിക്കും. ആ ഭൂമിയും ഈ ഭൂമിയും വിൽപ്പന നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ അമ്പലത്തിന്റെ പരിസരം. ദേവസ്വം ഭൂമികളിൽ എവിടെയെങ്കിലും സ്വന്തമായിട്ട് 1.5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആ 1.5 ഏക്കർ ഭൂമിയെ കാണിച്ചു തന്നെ ഇതാ ഭൂമി എന്ന് പറയും. അതും അവരെ ഭൂമിയാവും, ഇതും അവരെ ഭൂമിയാവും. ഇങ്ങനെയൊക്കെ കുറെ ഡോക്യുമെന്റ് അവിടെയുണ്ട്, കള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കള്ള ഡോക്യുമെന്റ് ആണോ ഇതെന്ന് പരിശോധിക്കണം. ആരുടെക്കെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടിയത് നിയമാനുസൃതമാണോ നോക്കണ്ടേ? അയാൾ വ്യാജ ആധാരമാണോന്ന് നോക്കണ്ടേ? വ്യാജ ഡോക്യുമെന്റ് ആണോ നോക്കണ്ടേ? അപ്പൊ സ്വാഭാവികം ഇതൊക്കെ പരിശോധിക്കാൻ ആർക്കാ കഴിയുക? ഒരു ഗവൺമെന്റിനെ സാധിക്കുക. ആ ഗവൺമെന്റ് എന്തുകൊണ്ട് വൈമനസ്യം കാണിക്കുന്നു? എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് വൈമനസ് പിന്നോട്ട് പോകുന്നത്? മലബാർ ദേവസ്വത്തിന്റെ ആളുകളുണ്ടല്ലോ, മലബാർ ദേവസ്വം അത് തിരിച്ചുപിടിക്കേണ്ടതാണല്ലോ, അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? ഇതൊക്കെ ചെയ്യാതെ ഒരു പറ്റം ആളുകളെ സഹായിക്കുക. അവർ വന്നിട്ട് ഈ ക്ഷേത്രഭൂമി കയറിയിട്ട് സിന്ദാബാദ് വിളിക്കുക, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരിക, വാഹനത്തെ കൊണ്ടുവരിക, സ്കൂൾ ബസ് കൊണ്ടുവരിക, ആ സ്കൂൾ ബസ്സിന്റെ പേര് നടപടി എടുക്കാതിരിക്കുക. നന്ദി ശ്രീ എൻ ഹരിദാസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും കണ്ണൂർ മാടായിലെ വാദിഹുദ സ്കൂൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. വാദിഹുദ സ്കൂൾ സർക്കാർ ഭൂമിയും ദേവസ്വം ഭൂമിയും കൈവശം വെച്ചിരിക്കുന്നുവെന്നാണ് BJPയുടെ പരാതി, BJPയുടെ ആരോപണം. നാളെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്.